ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാം ഇന്ന് ഇഡിക്ക് മുന്നിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടുന്നതിനാണ് നടനെ ചോദ്യം ചെയ്യുക. അതിനിടെ സ്വർണ്ണ കവർച്ചയിലെ ഇടനിലക്കാരൻ കൽപേഷ് ഇഡിക്ക് മുന്നിൽ ഹാജരായി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇഡി പിടിമുറുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇഡിയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുള്ളത്. ഈ ജയശ്രീയുടെ വിഷയത്തിൽ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് ഇഡിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് കൽപേഷ് ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ജയറാമും പോറ്റിയും തമ്മിലുള്ള വിശദാംശങ്ങളും എന്താണ് അവർ തമ്മിലുള്ള ബന്ധമെന്ന് അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും അടുത്ത ഘട്ടം ദേവസ്വം ബോർഡിലേക്കായിരിക്കും, അല്ലേ? ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില നടപടികളിലേക്ക് ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു. അങ്ങനെയാണ് ഈ കേസിലെ ഏറ്റവും സാക്ഷിയായി പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയുന്ന നടൻ ജയറാമിന് ഇന്ന് സമൻസ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം എസ് ജയശ്രീക്കൊപ്പം, മുൻ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീക്കൊപ്പം സമൻസ് നൽകിയിരുന്ന കൽപേഷ്, ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷ് അല്പസമയം മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹാജരാകാനായിരുന്നു കൽപേഷിന് നോട്ടീസ് ലഭിച്ചിരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണ്ണമടങ്ങിയ കവർ കൈപ്പറ്റി ബെല്ലാരിയിലെ ഗോവർദ്ധന് നൽകിയത്, ഈ കവർ വാങ്ങിക്കൊണ്ട് ബെല്ലാരിയിലെ ഗോവർദ്ധന് കൈമാറിയത് കൽപേഷ് ആണ് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തിരക്കിയാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇപ്പോൾ കൽപേഷിനെ കൂടി ചോദ്യം ചെയ്യുന്നത്. ഈ സ്വർണ്ണ കവർച്ചയിൽ നേരിട്ട് കൽപേഷിന് ബന്ധമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൽപേഷ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ്, സാമ്പത്തിക ഇടപാടുകൾ എന്താണ്, സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണ്ണമടങ്ങിയ കവർ വിശ്വാസപൂർവ്വം കൈപ്പറ്റിക്കൊണ്ട് ഗോവർദ്ധന് നൽകാൻ എന്തുകൊണ്ട് ഈ കൽപേഷിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തി എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇവിടെ മറുപടി ലഭിക്കേണ്ടത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല ആളുകളെയും ചോദ്യം ചെയ്തപ്പോൾ, അത് ഗോവർദ്ധനെ അടക്കം ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും തിരക്കിയ ഒരു വിവരമെന്ന് പറയുന്നത് ഈ കൽപേഷിന്റെ പങ്കാളിത്തമായിരുന്നു. കൽപേഷ് ഏത് തരത്തിലാണ് ഈ സ്വർണ്ണ കവർച്ചയുടെ ഭാഗമായി മാറിയത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ഒരു പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമും കൽപേഷുമെല്ലാം ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾ, അത് മുരാരി ബാബുവിൻ്റേതാണെങ്കിലും എസ് ശ്രീകുമാറിൻ്റേതാണെങ്കിലും ഡി സുധീഷ് കുമാറിൻ്റേതാണെങ്കിലും എസ് ജയശ്രീയുടേതാണെങ്കിലും, ആ മൊഴികളെല്ലാം തന്നെ എത്രമാത്രം കൃത്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാനും, നേരത്തെ ഗോവർദ്ധൻ നൽകിയിരിക്കുന്ന മൊഴികൾ അതിൽ എത്രമാത്രം വസ്തുതകളുണ്ട് എന്ന് പരിശോധിക്കാനും എല്ലാം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തന്നെയാണ് ഈ കൽപേഷിന്റെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത്. കാരണം ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന, ഈ സ്വർണം കൈമാറിയ ആളെന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം കൽപേഷിനുണ്ട്. എവിടെ നിന്നാണ് ഈ ഒരു സ്വർണം ലഭിച്ചത്, ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് തന്നെ വേർതിരിച്ച് സ്വർണം ആണോ ഈ തരത്തിൽ കൈമാറാൻ വേണ്ടി നൽകിയത്, അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ഗോവർദ്ധനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജ്വല്ലറിയിലേക്ക് നൽകുമ്പോൾ ചില വിവരങ്ങൾ കൽപേഷിന് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജയറാമിനെ ചോദ്യം ചെയ്യുന്നതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനം തന്നെയാണ്. കാരണം നടൻ ജയറാമിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സ്വർണ്ണപ്പാളികളിൽ ചിലത് പൂജ നടത്തിയിരിക്കുന്നത്. അതിന് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി SIT ആണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും സംശയിക്കുന്നുണ്ട്. ജയറാം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ദക്ഷിണ എന്ന നിലയിൽ ഒരു പണം നൽകിയത് എന്നതിനപ്പുറം സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എന്ന് ആവർത്തിക്കുമ്പോൾ പോലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായി മാറാൻ സാധ്യതയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ പ്രതികളുടെ എല്ലാം, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു കണ്ണി തന്നെയാണ്, അല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാൻ കഴിയുന്ന മുഖ്യ സാക്ഷി തന്നെയായി മാറുന്ന ആളാണ് നടൻ ജയറാം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്, ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത്. 5ാമത്തെ ആളാണ് ഇപ്പോൾ കൽപേഷ് ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന കൽപേഷ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്ത. ജയറാം എപ്പോ വരും? നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
ശ്യാം, സമൻസ് അനുസരിച്ച് ജയറാം ഇന്ന് തന്നെയാണ് വരേണ്ടത്. ചൊവ്വാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാവിലെ 10:30 ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് ജയറാമിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഹാജരാകുമോ എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഒരുപക്ഷെ അന്വേഷണ സംഘത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവുകിഴിവുകളോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളോ ജയറാം ഉന്നയിച്ചിട്ടുണ്ടോ എന്നതിലുമില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ ഒരു സമയത്ത് വരെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് നടൻ ജയറാം ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടതാണ്. ഹാജരാകും. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. തന്നെ കൊണ്ട് കഴിയാവുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലും പറയാൻ തയ്യാറാണ് എന്നൊരു കാര്യം തന്നെയാണ് ജയറാം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ SITക്ക് വിശദമായ മൊഴി നൽകിയിരുന്നു. അതുപോലെ തന്നെ കാരണം നേരിട്ട് തന്നെ ഇതിൽ പങ്കാളിയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് ഈ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സ്വാഭാവികമായ ബന്ധം മാത്രമാണ്. ശബരിമലയിൽ തുടർച്ചയായി പോകുന്ന ആളെന്ന നിലയ്ക്ക്, മാസപൂജയ്ക്കെല്ലാം എത്താറുള്ള ആളെന്ന നിലയ്ക്ക് അവിടെ വെച്ചുള്ള ഒരു പരിചയം ഒന്നുമില്ല എന്ന് ജയറാം പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കൂടി വ്യക്തമാക്കുമ്പോൾ ഇന്ന് ഹാജരാകുമോ എന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ കാരണം ഇന്ന് ചോദ്യം ചെയ്ത് ഒരേ സമയത്ത് തന്നെ കൽപേഷും ജയറാമും എല്ലാം ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന, പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ലഭിക്കും. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കം അന്വേഷണ സംഘം ആലോചിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് മുരാരി ബാബു ആണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും എല്ലാം ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് എല്ലാം അന്വേഷണ സംഘം കടക്കാൻ പോകുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരേ ദിവസം തന്നെ കൽപേഷിനും നടൻ ജയറാമിനും എല്ലാം സമൻസ് നൽകിയിരിക്കുന്നതും അതിൽ കൽപേഷ് വരികയും ചെയ്തിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും സംശയിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ജിജീഷ്. കാരണം ശബരിമലയിൽ എല്ലാ വർഷവും പോകുന്നത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അത്തരത്തിലുള്ളൊരു മൊഴി ഒരിക്കലും നമുക്ക് അതൊരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാ വർഷവും മുടങ്ങാതെ സ്വാമിയെ കാണാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് ശിവമണി എന്തുകൊണ്ട് പോറ്റിയായിട്ട് ഒരു ആശയവിനിമയം നടത്തിയില്ല? അങ്ങനെ എത്രയോ പേരുണ്ട്. അപ്പോൾ പോറ്റിക്ക് എന്തുകൊണ്ട് ജയറാമിൻ്റെ വീട്ടിൽ എങ്ങനെ പാളികൾ എത്തിച്ചു? ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം നൽകേണ്ടത് നടൻ തന്നെയാണ്. ശ്യാം സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ ബാക്കിയാണ്, നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. കാരണം ഈ മൊഴികളെ പൂർണ്ണമായും തന്നെ മുഖവിലക്കെടുക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിയില്ല. അത് SITക്കാണെങ്കിലും EDക്കാണെങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന, അതായത് SITക്ക് ജനം നൽകിയിരിക്കുന്ന മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഏത് തരത്തിലാണ് ഈ ഒരു അടുത്ത ബന്ധമുണ്ടായത്? സ്വാഭാവികമായും അത് സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സ്വർണ്ണപ്പാളികളെ വ്യവസായ താല്പര്യത്തോടെ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനുള്ള ഒരു താല്പര്യത്തോടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അത്തരത്തിൽ ഈ ഒരു സ്വർണ്ണ കവർച്ചയിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്വർണ്ണപ്പാളികൾ തട്ടിയെടുത്തതിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലും ശ്രമിച്ചിരുന്നു എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളിൽ ഏറ്റവും പ്രധാനമായ വിവരം നൽകാൻ കഴിയുന്നയാളാണ് ജയറാം. മാത്രമല്ല ഏത് തരത്തിലാണ് ഈ അടുപ്പം? അത് വളരെ കുറഞ്ഞ കാലത്തുള്ള ഒരു ബന്ധം കൊണ്ടാണോ വീട്ടിലടക്കം ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജകൾ നടത്താനെല്ലാമുള്ള ഒരു താല്പര്യവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരം കാര്യങ്ങൾക്കെല്ലാം മുന്നിട്ട് ഇറങ്ങിയതും എന്നതിനെല്ലാമുള്ള ചോദ്യങ്ങൾക്ക് ജയറാം മറുപടി നൽകേണ്ടി വരും. പ്രത്യേകിച്ച് അടുത്ത ബന്ധമില്ല എന്ന് പറയുമ്പോൾ, പ്രതിഫലമൊന്നും നൽകിയില്ല, ദക്ഷിണ മാത്രമാണ് നൽകിയതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരമൊരു താല്പര്യം പ്രത്യേകമായി സ്വീകരിച്ചു? അല്ലെങ്കിൽ മറ്റ് നടന്മാരോ സാമ്പത്തികമായി ഉള്ള പ്രത്യേകിച്ച് വ്യവസായ രംഗത്തെ പ്രമുഖരുമായി അടക്കം ബന്ധം സ്ഥാപിക്കുന്നതിന് ജയറാം ഒരു നിമിത്തമായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വേണം. ഒരു പക്ഷേ ഏറെ നീളുന്ന വിശദമായ ചോദ്യം ചെയ്യൽ, കാരണം ജയറാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആളുകളുടെ മൊഴികൾ കൂടി പരിശോധിച്ച് ഉള്ളതാണ്. SITയുടെ മൊഴിയിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമായും ജയറാമിനെ ഇന്ന് ചോദ്യം ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോവുക. ആ മൊഴി കൂടി പരിശോധിച്ചായിരിക്കും സാക്ഷി പട്ടികയിൽ വേണോ ജയറാമിനെ ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനമുണ്ടാവുക. യെസ്, ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജയറാമും കൽപേഷും ഒക്കെ ഇന്ന് EDയുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് വിശദാംശങ്ങൾ കൃത്യമായി തന്നെ വളരെ വേഗത്തിൽ ആധികാരികമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും.